സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹുവെ മാതാപിതാക്കളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ വിടുന്ന ഒരു സ്വഹാബി അള്ളാഹുവെ നോക്കുമ്പോ 4 പേര് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ടു പോകാൻ ആരുമില്ല. 4 പേര് അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ 4 പേര് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ടു പോകാം. അള്ളാഹുവെ ഈ സഹാബിയും 5ാമതായിട്ട് ഈ മനുഷ്യനും പോയി, മഹാനും പോയി. അവസാനം മയ്യത്തൊക്കെ കബറടക്കിയിട്ട് വെച്ച് എന്താ ആരുമില്ലേന്ന്. ആകെ 5 പേര്. ആരുമില്ലേ? എന്റെ നിങ്ങൾ മാത്രമേ ഉള്ളോ? ആ സമയത്ത് ആ 4 പേര് പറഞ്ഞു, ഈ സഹോദരന്റെ ഉമ്മ പൈസ തന്നിട്ട് ഞങ്ങളെ പറഞ്ഞുകൊണ്ട് കബറടക്കാൻ. അവസാനം ആ സ്വഹാബി അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു ഉമ്മാനെ കണ്ടു. ഉമ്മാനോട് ചോദിച്ചു മകനെ കുറിച്ച് അവിടെ നിന്ന് ചോദിച്ചു, എന്തേ സംഭവം എന്തേ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ്, തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന തങ്ങളെ, എന്റെ പൊന്നുമകൻ അവൻ മോശമായ ജീവിതം നയിക്കുന്നവനാണ്. എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ പട്ടിണിക്കിട്ടിട്ടുണ്ട്, എന്നെ അവനെ ചവിട്ടാറുണ്ട്. സ്വന്തം മാതാവ് തന്റെ പൊന്നുമകനെ കുറിച്ച് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെ വല്ലാതെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മകനായിരുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരനൊരു രോഗം കൊടുത്തു. രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്നാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. കിടപ്പിൽ കിടന്നാണ് എല്ലാം ചെയ്യുന്നത്. തന്റെ പൊന്നാര മകൻ കിടന്ന് നരകിക്കുന്നത് കണ്ടപ്പോ എത്ര അല്ലാഹുവേ എത്ര ദ്രോഹം ചെയ്താലും മകനാട് ഉമ്മമാർക്ക് സഹിക്കൂല. അവസാനം അമ്മയാണ് ആ പൊന്നുമകന് ഖിദ്മത്ത് ചെയ്യുന്നത്. അവന് ഭക്ഷണം കൊടുത്തു, അവന്റെ മൂത്രവും കാശവും മാറി, അവനെ കുളിപ്പിച്ചു. ആ പൊന്നുമകനേതാ ഉമ്മ ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുകയാണ്. ഉമ്മയോട് ആ മകൻ സംസാരിക്കാറില്ല. എപ്പോ നോക്കിയാല് കിടന്ന് കരച്ചലാണ്. ഈ ആസുഖങ്ങളോട് പറയുകയാണ്, എപ്പോ നോക്കിയാലും കിടന്ന് കരച്ചലാണ്. അവസാനം ആ ചെറുപ്പക്കാരൻ തന്റെ മരണമെടുത്തപ്പോ, തന്റെ സക്കറാത്തിന്റെ അവസ്ഥ അടുത്ത് വരുമ്പോ യാസ് തങ്ങളെ പൊന്നുമ്മാനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മാനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറയുന്ന, ഉമ്മ, ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ, എന്റെ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. എന്നിട്ട് ഉമ്മയോട് അതാ പൊന്നുമകനെ പറഞ്ഞു കൊടുക്കുകയാണ്, മലക്കുകൾ എന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുന്നത് കണ്ടാൽ എന്റെ ഉമ്മ എന്നോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, കലിമത്ത തൗഹീദ്. ഉമ്മയോട് മകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മയുടെ നാവ് കൊണ്ട് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമ്മ വേണം എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ. കാരണം എനിക്കത് പറയാൻ പറ്റൂല. കാരണം ഞാൻ നിങ്ങളെ അത്ര ദ്രോഹിച്ചിട്ടുണ്ട്, അത്ര ഞാൻ ഉമ്മ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഉമ്മ പറഞ്ഞു തന്നിട്ട് എനിക്ക് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഉമ്മയുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണേ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മുഖത്തേക്ക് ഉമ്മയുടെ കാലെടുത്ത് വെച്ച് ചവിട്ടണം. ഉമ്മാടെ കാലെടുത്ത് വെച്ച് എന്റെ തലയുടെ മുകളിൽ കാലെടുത്ത് വെച്ച് ചവിട്ടിയിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ, ഉമ്മ കാലെടുത്ത് ചവിട്ടിയിട്ട് പറയണം. എന്നിട്ടും പറയാതെ വന്ന ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. അവസാനം ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. പറയാൻ നാവ് പൊങ്ങുന്നില്ല.
പറയാ നാവ് പൊങ്ങുന്നില്ല. കാരണം ഉമ്മാനെ ഒരുപാട് ചീത്ത വിളിച്ച നാവാ, ഒരുപാട് തല്ലിയതാണ്. ഉമ്മാനെ ചവിട്ടാൻ കാലുപൊക്കിയ മകനാട്, അവന്റെ നാവ് പൊങ്ങുന്നില്ല. ഉമ്മ കാലെടുത്ത് മുഖത്ത് ചവിട്ടി പൊന്നുമോന്റെ തലയിൽ മരണത്തിന്റെ വപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ കാലെടുത്ത് മകന്റെ കപ്, എന്റെ പൊന്നുമോന് ഞാൻ പുറത്തു കൊടുത്തല്ല, എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു റബ്ബേ, എന്റെ പൊന്നുമോന് നല്ല ഒരു മരണം കൊടുക്കല്ല, എന്റെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ എന്റെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ എന്ന് ദുആ ചെയ്തപ്പെടാട് ആ ചെറുപ്പക്കാരന്റെ നാവ് പൊങ്ങിയതെന്ന് ചരിത്രം പറയുമ്പോ ഉമ്മാനെ ചീത്ത വിളിച്ചവരെ, ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞവരെ, ഉമ്മയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്നത് പറഞ്ഞവരെ, ഉമ്മാടെ മുന്നിൽ കിടന്ന് ഒരുപാട് നീയങ്ങ് വളർന്നെന്ന് ചിന്തിച്ചവരെ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാണ്, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടം.